കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ശിവസേന സഖ്യം തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ബി.ജെ.പിക്ക് എൻ.ഡി.എക്ക് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ സഹായിച്ച 48 സീറ്റുകളുള്ള മൂന്നാമത്തെ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബീഹാർ വിഭജിച്ചതുകൊണ്ട് രണ്ടാമത്തെ സംസ്ഥാനം എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയുടെ വിജയത്തിന് നിർണായകമാവും. അങ്ങനെയുള്ളപ്പോഴാണ് 400 സീറ്റ് എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും വേദനിക്കുന്നത് ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾ തന്നെയായിരിക്കും. കാരണം എന്താ, പിന്നെ ബി.ജെ.പിയുടെ 400 സീറ്റ് കിട്ടിയാൽ 300 സീറ്റിൽ കൂടുതൽ ബി.ജെ.പിക്ക് മാത്രം എന്തായാലും 300-350 സീറ്റ് കിട്ടും. അങ്ങനെ വന്നാൽ പിന്നെ ബി.ജെ.പി സഖ്യകക്ഷികളെ ബി.ജെ.പി മൈൻഡ് ചെയ്യും. അതിൽ ഒരാശങ്ക പ്രകടിപ്പിച്ചത് നമുക്കറിയാം. എൻ.സി.പി പിളർത്തിക്കൊണ്ടുപോയി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ജഗൻ ഭുജ്ബാൽ എന്ന് പറയുന്ന അവിടുത്തെ എൻ.സി.പിയുടെ വിമത എൻ.സി.പിയുടെ നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആശങ്കയുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ്. പിന്നെ എൻ.സി.പിക്ക് എന്താണ് വില എന്നൊരു ചോദ്യമാണ്. മാത്രവുമല്ല, മഹാരാഷ്ട്രയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ശിവസേന ഏതാണ്, എൻ.സി.പി ഏതാണ് എന്നതാണ്. രണ്ടും പിളർന്നു കഴിഞ്ഞു. ശിവസേന എൻ.ഡി.എയുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ പ്രധാന സഖ്യകക്ഷിയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സർക്കാർ, ശിവസേനയും എൻ.സി.പിയും കോൺഗ്രസും ചേർന്ന മഹാവികാസ് അഗാദി എന്ന് പറയുന്ന മുന്നണിയുടെ സർക്കാരിനെ പൊളിക്കാൻ വേണ്ടി എല്ലാ വൃത്തികെട്ട കളികളും കളിച്ചു. ഇ.ഡി ഉപയോഗിച്ചു, അതുപോലെ എല്ലാവരും ഉപയോഗിച്ചു, CBI എല്ലാവരും ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ച് ശരത് പവാറിന്റെ പാർട്ടിയെ പിളർത്തി. അജിത് പവാറും കുറച്ചുപേരും അങ്ങോട്ട് പോയി. ശിവസേനയെ പിളർത്തി. കുറച്ചാളുകൾ ഇങ്ങോട്ട് വന്നു, അതും പോയി. അപ്പോൾ ശിവസേനയും അജിത് പവാറും ഒഫീഷ്യൽ ആയി അജിത് പവാർ ശരത് പവാറിന്റെയാണ് എൻ.സി.പി എന്നും അല്ലെങ്കിൽ താക്കറെയുടെയാണ് ശിവസേന എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോഴും താത്വികമായി ചില പ്രശ്നങ്ങളുണ്ട്. എൻ.സി.പിയുടെ ചിഹ്നം കിട്ടിയത് അജിത് പവാറിനാണ്. അപ്പോൾ എൻ.സി.പിയുടെ ചിഹ്നം അജിത് പവാറിന്റെ കയ്യിലും എൻ.സി.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനർ ശരത് പവാർ ഇപ്പുറത്തുമാണ്. ഇതിൽ ആർക്കാണ് ശക്തി എന്ന ചോദ്യം വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ശിവസേന പിളർത്തിയപ്പോൾ അവരിൽ ആർക്കാണ് ശക്തി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ശരത് പവാറിനും അതുപോലെ താക്കറയ്ക്കും നല്ല മേൽക്കൈയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് ബി.ജെ.പിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. മാത്രവുമല്ല, യാതൊരു വിലയുമില്ലാത്ത എൻ.സി.പി ജയിപ്പിക്കുന്ന എന്തിനാണ് എന്ന് സാധാരണ എൻ.സി.പിക്കാർ ആലോചിച്ചാൽ അത് അജിത് പവാറിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാവും. അതുകൊണ്ടായിരിക്കണം ഈ കരച്ചിൽ. ഏതായാലും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ഉണ്ടാവില്ല എന്ന് ബി.ജെ.പിക്കാരും അതുപോലെ മുറിഞ്ഞുപോയ ശിവസേനക്കാരും എൻ.സി.പിക്കാരും തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും എന്ന വലിയ ചോദ്യമുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള കൃത്യമായ വിശകലനം നടത്താൻ കഴിയും. തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്തൊക്കെ പറയും എന്ന് നമുക്കറിയില്ല. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് എതിരായി പറഞ്ഞു, മറ്റുള്ള ആളുകൾക്കെതിരായി പറഞ്ഞു, ഭരണഘടന കോൺഗ്രസ് ആണെന്ന് ഭരണഘടന നശിപ്പിക്കുക എന്ന് പറഞ്ഞു, കോൺഗ്രസ് വന്നാൽ നശിക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ആരാ ഭരണഘടന നശിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്തരം ആക്രോശങ്ങളിൽ വലിയ വിലയൊന്നും ഉണ്ടായെന്ന് നമ്മൾ കരുതുന്നില്ല, സത്യമുണ്ടായെന്നും കരുതുന്നില്ല. പക്ഷേ ഒറീസയിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. കുറെ വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് നേതൃത്വം നൽകുന്ന ബിജു ജനതാദൾ BJD അവർ ആണ് ഇതുവരെ വലിയ ഭൂരിപക്ഷം നേടിയിരുന്നത്. അവിടെ കോൺഗ്രസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിജു ജനതാദളും ബി.ജെ.പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അവിടെ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും തന്റെ പാർട്ടി അധികാരത്തിൽ വരും എന്ന് പറയാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്ക് ഒരു കക്ഷി നേതാവ് നിലയ്ക്കുണ്ട്. അദ്ദേഹം പറയട്ടെ. അതുകൊണ്ട് ബിജു ജനതാദളിന്റെ അധ്യക്ഷൻ അദ്ദേഹം നവീൻ പട്നായിക് മുൻ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞത് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി വരും എന്ന് പറഞ്ഞതിന് അർത്ഥമാണ്. പക്ഷെ അത് എത്രത്തോളം സത്യമാവാൻ സാധ്യതയുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. നവീൻ പട്നായിക്കിന് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും അവിടെ ആ സ്ഥാനത്ത് പ്രതിപക്ഷമായി ബി.ജെ.പി വളർന്നു വരികയും ചെയ്തതിന്റെ ഫലമായിട്ടും നവീൻ പട്നായിക്കിന് വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് ജയിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷെ ഇതിൽ ഉണ്ടാവുന്ന ഒരു കുഴപ്പം, ഏതെങ്കിലും വിധത്തിൽ ഒരു ഹങ് പാർലമെന്റ്, തൂക്ക് പാർലമെന്റ് വന്നാൽ നവീൻ പട്നായിക് BJP-യുടെ കൂടെ നിൽക്കുമോ എതിർകക്ഷിയുടെ കൂടെ നിൽക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. BJP ഇത്ര ഹാർഷായി, ഇത്ര മോശപ്പെട്ട രീതിയിൽ നവീൻ പട്നായിക്കിനെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഒരു ചോയ്സ് വന്നാൽ, ഇന്ത്യ മുന്നണി വേണോ NDA വേണോ എന്ന ചോയ്സ് വന്നാൽ നവീൻ പട്നായിക്കിന് കൂടുതൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനപ്പുറം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് ഞാൻ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല.